അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ട്രൂ ഹോബി ചാനൽ സർ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു അയർലൻഡിൽ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു മനോഹരമായ ഒരു സ്ഥലത്തെ പറ്റിയാണ്. ആ സ്ഥലത്തിൻ്റെ പേര് നമ്മൾ കാർലിംഗ്ഫോർഡ് എന്ന് പറയും. ഈ കാർലിംഗ്ഫോർഡ് നമ്മുടെ കൗണ്ടി ലൗത്തിലാണ്. ഇത് നമ്മുടെ നോർത്തേൺ അയർലൻഡിനും റിപ്പബ്ലിക് ഓഫ് അയർലൻഡിനും ഇന്ത്യയും കൂടെ ഒരു ബോർഡറിലാണ് ഈ സ്ഥലം കാണാൻ വളരെ ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ റെക്കമെൻഡ് ചെയ്തിട്ട് ഞങ്ങളിന്ന് ഫാമിലിയായിട്ട് ജസ്റ്റ് ഒരു ഡേ ട്രിപ്പ് പോലെ വിസിറ്റ് ചെയ്യാനായിട്ട് രാവിലെ പോയി. നല്ലൊരു കാലാവസ്ഥയായിരുന്നുകൊണ്ട് ഞങ്ങൾ വളരെയധികം എൻജോയ് ചെയ്തു. അപ്പോൾ ഇവിടെ കാണാനായിട്ട് നമുക്ക് കുറേ സ്ഥലങ്ങളുണ്ട്. അതായത് അവിടെ നമുക്ക് കാലിംപോൺ കാസിലുണ്ട്. ആ കാസിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് നല്ലൊരു സീ ഒക്കെ കാണാം, നല്ല ഭംഗിയാണ്. പിന്നെ നമുക്ക് കാലിംപോൺ മറീന, അവിടെ നമുക്ക് ബോട്ടുകളും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ലോങ് ഗ്രീൻ വേ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അങ്ങനെ ഡ്രൈവ് ചെയ്തങ്ങ് പോകാമെങ്കിൽ ആ ഗ്രീൻ വേ എല്ലാം കണ്ട് നമുക്ക് നല്ലൊരു സീനറി കണ്ട് കുറച്ച് ഡ്രൈവ് ചെയ്ത് പോകാം. അതുപോലെ തന്നെ നമുക്ക് നടക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നമുക്ക് കുറേ നടന്നു പോയി നമുക്ക് ആ ഭംഗി, ആ കടലിൻ്റെയും അതുപോലെ തന്നെ ഗ്രീൻ ആയിട്ടുള്ളതെല്ലാം നമുക്കത് കണ്ട് ആസ്വദിച്ചങ്ങ് പോകാം. പിന്നെ നമുക്ക് കാണാനുണ്ട് ലെപ്രേച്ചോൺ ആൻഡ് ഫെയറി, അണ്ടർഗ്രൗണ്ട് കവേൺ, പിന്നെ ഫോൾ പാർക്ക്, ഫെയറി വില്ലേജ്, പ്രപ്പോസൽ സ്റ്റോൺസ്. പിന്നെ നമുക്ക് സ്കൈ പാർക്കുണ്ട്. ഈ സ്കൈ പാർക്കിനകത്ത് നമുക്ക് പിള്ളേർക്ക് ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. നമ്മുടെ പിള്ളേർ കുറേ ഫ്രണ്ട്സായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. അപ്പം ഞാൻ നിങ്ങളെ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു ഈ സ്ഥലം കാണാനായിട്ട്. അപ്പോൾ പോയി കാണുക. അതുപോലെ തന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് കുറേ ഫോട്ടോസ് ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇതിലൂടെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.